ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ സഖാവ് പി എ മുഹമ്മദ് റിയാസ് സഖാവിനെയും ഈ ജാഥയുടെ ക്യാപ്റ്റൻ എസ് സതീഷ് സാവിന് പതാക കൈമാറിക്കൊണ്ടാണ് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതൊന്ന് മാറുക, നമുക്ക് വെക്കാനല്ല, ഇതങ്ങോട്ട് വെക്കാനാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പി എ മുഹമ്മദ് റിയാസിനെ. അധ്യക്ഷൻ, വേദിയിലുള്ള ഈ ജാഥയുടെ ക്യാപ്റ്റൻ, ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് എസ് സതീഷ്, ജാഥയുടെ മാനേജർ, ഡിവൈഎഫ്ഐയുടെ വീട് കഴിച്ചാ
ഇത് തീർന്നോ? ജാഥയുടെ മാനേജർ സഖാവ് എസ് കെ സജീഷ്, ജാഥ അംഗങ്ങൾ സഖാക്കൾ സനോജ്, ഡോക്ടർ പ്രിൻസി കുര്യാക്കോസ്, വിജിൻ, ഈ ജാഥയിലെ അംഗമായ അസുഖം കാരണം ഇവിടെ എത്താതിരുന്ന സഖാവ് ഷിജുഖാൻ, ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് വിജയകുമാർ, സഖാവ് ആനാവൂർ നാഗപ്പൻ, ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ സെക്രട്ടേറിയറ്റ് മെമ്പറും കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ട്രഷററുമായി പ്രവർത്തിച്ചിരുന്ന സഖാവ് കെ സുനിൽകുമാർ, എസ്.എഫ്.ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു, എസ്.എഫ്.ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് വിനീഷ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് സഖാക്കളെ, സ്നേഹം നിറഞ്ഞവരെ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ 2 ജാഥകളാണ് ഓഗസ്റ്റ് 15-ന് ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിക്കുന്ന യൂത്ത് സ്ട്രീറ്റ് എന്ന പരിപാടിയുടെ പ്രചരണാർത്ഥം കേരളത്തിലാകെ സംഘടിപ്പിക്കുന്നത്. 2 ജാഥകൾ ഇന്ന് ആരംഭിക്കുകയാണ്. സഖാവ് സതീഷും സഖാവ് റഹീമും നയിക്കുന്ന ഈ 2 ജാഥകളിലെയും മുദ്രാവാക്യം വളരെ പ്രസക്തമാണ്. വളരെ പ്രസക്തമായ മുദ്രാവാക്യം പല കാരണത്താൽ സമൂഹത്തിൽ ഒരു മുദ്രാവാക്യമായി ഉയർന്നു വരുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. എന്താണ് ലോകത്തിനും നമ്മുടെ രാജ്യത്തിനും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ 2 ജാഥകളിലെയും മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത്. റൈറ്റ് ഈസ് റോങ്, വലതുപക്ഷ രാഷ്ട്രീയം തെറ്റാണ് എന്ന ശരിയായ മുദ്രാവാക്യമാണ് ഇവിടെ ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിക്കുന്നത്. വർഗീയത വേണ്ട, ജോലി മതി എന്നുള്ളത് വലതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നം കൂടിയാണ്. ദൗർഭാഗ്യവശാൽ പല കാരണത്താൽ യഥാർത്ഥ അജണ്ടകൾ തെരഞ്ഞെടുപ്പുകളിലും ദൈനംദിന സാമൂഹിക ജീവിതത്തിലും നാം ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. റൈറ്റ് ഈസ് റോങ്, വലതുപക്ഷ രാഷ്ട്രീയം തെറ്റാണ് എന്ന ശരിയായ മുദ്രാവാക്യം ഇവിടെ ഡിവൈഎഫ്ഐ മുറുകെ പിടിക്കുകയാണ്. 1980-ൽ ഡിവൈഎഫ്ഐ രൂപം കൊണ്ടത് മുതൽ യാഥാർത്ഥ്യങ്ങൾ ഒഴുക്കിനെതിരെ നീന്തിയാണെങ്കിലും സമൂഹത്തോട് തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. 80കളിൽ
രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തെ എങ്ങനെയാണ് വർത്തമാനകാല രാഷ്ട്രീയവുമായി കോർത്തിണക്കിക്കൊണ്ട് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാമെന്നുള്ളത് കേരളത്തിൽ ഡിവൈഎഫ്ഐ തുടങ്ങി വെച്ചതാണ്. പല കാരണത്താൽ നമ്മുടെ രാജ്യത്ത് ഓഗസ്റ്റ് 15 മുദ്രാവാക്യം കേരളത്തിൽ എടുത്തതുപോലെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല. ഡിവൈഎഫ്ഐയുടെ കൊച്ചി അഖിലേന്ത്യാ സമ്മേളനത്തിന് ശേഷം 2017 2018 ഓഗസ്റ്റ് 15 ഡിവൈഎഫ്ഐ കേരളത്തിലുള്ളതുപോലെ തന്നെ രാജ്യത്താകെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പ്രക്ഷോഭം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോയ പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. വലതുപക്ഷ രാഷ്ട്രീയത്തിന് ലോകത്ത് മേൽക്കോയ്മ ലഭിച്ചത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് ബ്ലോക്കുകൾ ദുർബലപ്പെട്ടതിന് ശേഷമാണ്. 90 തുടക്കത്തിൽ നമ്മുടെ രാജ്യത്ത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ലോക സാമ്രാജ്യത്വത്തിന്റെ പ്രിയപ്പെട്ട നയം നവ ഉദാരവൽക്കരണ നയം. നരസിംഹറാവു എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു. അന്ന് മഹാനായ EMS രാജ്യത്ത് സർക്കാരിനോട് പറഞ്ഞു, ഇത് ചെകുത്താന്റെ നയമാണ്. രാജ്യത്തെ സർക്കാരോ നരസിംഹറാവോ കോൺഗ്രസ് പാർട്ടിയോ മഹാനായ EMSന്റെ പ്രസ്ഥാനത്തിന്റെയോ വാക്കുകൾ ചെവികൊള്ളാൻ തയ്യാറായില്ല. 1991 നിന്നും 2019 നമ്മൾ എത്തി നിൽക്കുന്നു. 28 വർഷം കഴിഞ്ഞ് ഈ നയം നടപ്പിലാക്കി 28 വർഷം കഴിഞ്ഞ് നമ്മുടെ രാജ്യം എവിടെ എത്തിയെന്ന് പരിശോധിക്കുമ്പോൾ മഹാനായ EMSന്റെയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെയും ഡിവൈഎഫ്ഐയുടെയും വിലയിരുത്തൽ 90 തുടക്കത്തിൽ ശരിയായിരുന്നുവെന്ന് സ്വജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കും. സോഷ്യലിസം അസാധ്യമാണ്, സോഷ്യലിസ്റ്റ് മുദ്രാവാക്യങ്ങൾ വെറുതെ വിളിച്ച് സമയം കളയേണ്ട, സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ പ്രചോദിതമായ യുവജന പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മുദ്രാവാക്യത്തിൽ നിന്നും സോഷ്യലിസം എടുത്തു മാറ്റണം എന്ന് സംഘടിതവും ആസൂത്രിതവുമായ പ്രചരണം 90 തുടക്കത്തിൽ ലോകത്ത് നടന്നിരുന്നു. എന്തിനാണ് സോഷ്യലിസം? ലോക ചരിത്രത്തിന്റെ ഏടുകളിലെ അവസാനാധ്യായം മുതലാളിത്തമാണ്. ഇത് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ പ്രചോദിതമായി പ്രവർത്തിക്കുന്ന യുവജന പ്രസ്ഥാനങ്ങൾ വലിയ പ്രതിസന്ധിയെ നേരിട്ടിരുന്നു 90 തുടക്കത്തിൽ. എന്നാൽ പ്രതിസന്ധികളിൽ പതറാത്ത, പ്രതിസന്ധികളെ പൂമാലയായി സ്വീകരിക്കുന്ന യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ എന്ന് പ്രഖ്യാപിച്ചു. സോഷ്യലിസം ഈസ് ദ ഫ്യൂച്ചർ ആൻഡ് ദി ഫ്യൂച്ചർ ഈസ് ദ വേൾഡ്. സോഷ്യലിസമാണ് ഭാവി, ഭാവി നമ്മുടേത്. അന്ന് പല യുവജന പ്രസ്ഥാനങ്ങളും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചോദിതമായ യുവജന പ്രസ്ഥാനങ്ങളും മുദ്രാവാക്യത്തിൽ നിന്നും സോഷ്യലിസം എടുത്തു മാറ്റി. പക്ഷേ സോഷ്യലിസത്തെ മുറുകെ പിടിച്ച ഡിവൈഎഫ്ഐ പ്രസ്ഥാനം മുന്നോട്ട് പോയി. നവ ഉദാരവൽക്കരണ നയത്തിന്റെ സ്വാഭാവിക പരിണാമമാണ് വിദ്യാഭ്യാസ കച്ചവടം. ലോകത്ത് ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ ഈ നയം നടപ്പിലാക്കുമ്പോൾ ഒട്ടേറെ ചെറുത്തുനിൽപ്പുകൾ ഈ നയത്തിനെതിരെ തുടക്കത്തിലേ ഉണ്ടായി. വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ SFI, DYFI ഒക്കെ ശക്തമായ പ്രക്ഷോഭം നടത്തി. വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ നടന്ന ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പാണ് 1994 നവംബർ 25 നമ്മൾ കണ്ടത്. ആ ചെറുത്തുനിൽപ്പിൽ പങ്കെടുത്ത് പിടഞ്ഞു വീട് മരിച്ച 5 ഉജ്ജ്വല പോരാളികൾ, അവർക്കൊപ്പമുള്ള സഖാക്കൾ, പുഷ്പൻ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമായിരുന്നു സോഷ്യലിസം സിന്ദാബാദ്. ലോകത്ത് നവ ഉദാരവൽക്കരണ നയത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ ആദ്യ രക്തസാക്ഷിത്വമാണ് 1994 നവംബർ 25. അവിടെ നിന്ന് ഇങ്ങോട്ട് ലോകം സഞ്ചരിക്കുമ്പോൾ വലതുപക്ഷ രാഷ്ട്രീയം പല രീതിയിലും ലോകത്തിടപെട്ടിരുന്നു. ഇവിടെ ഡിവൈഎഫ്ഐ റൈറ്റ് ഈസ് റോങ് എന്ന് പറയുമ്പോൾ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രിയപ്പെട്ട നയം വെല്ലുവിളികൾ നേരിടാൻ തുടങ്ങി, പ്രതിസന്ധികൾ നേരിടാൻ തുടങ്ങി.
വലതുപക്ഷ ടീമിനെ നയിക്കുന്ന അമേരിക്കയിൽ തന്നെ പ്രതിസന്ധികൾക്കെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വന്നു. 2008 ലോകം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടു. ലോകം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ അമേരിക്കയുടെ തെരുവുകളിൽ യുവജനങ്ങളും തൊഴിലാളികളും വിദ്യാർത്ഥികളുമൊക്കെ പ്രക്ഷോഭത്തിനിറങ്ങി. വാൾ സ്ട്രീറ്റ് ഓക്യുപൈ പ്രക്ഷോഭം. ആ വാൾ സ്ട്രീറ്റ് ഓക്യുപൈ പ്രക്ഷോഭത്തിനകത്ത് യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും കൈകളിലുള്ള പ്ലക്കാർഡുകളിലെ മുദ്രാവാക്യം സോഷ്യലിസമാണ് ശരി, സോഷ്യലിസമാണ് ഭാവി എന്നതായിരുന്നു. സോഷ്യലിസമാണ് ശരി, സോഷ്യലിസമാണ് ഭാവി എന്ന മുദ്രാവാക്യം ലോക സാമ്രാജ്യത്വത്തിന്റെ പ്രിയപ്പെട്ട നയം നടപ്പിലാക്കുന്നവർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു. സ്വാഭാവികമായും അവർ ചിന്തിച്ചു, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്ന ലോകത്ത് സാമ്പത്തിക അസമത്വം പെരുകുന്ന ഈ കാലത്ത് ഇല്ലാത്തവർ കൈകോർത്തുകൊണ്ടിരിക്കുന്നു. ഇല്ലാത്തവർ കൈകോർത്തുകൊണ്ടിരിക്കുമ്പോ ആ കൈകോർക്കലിന്റെ നേതൃത്വമായി ശരിയും ശാസ്ത്രീയവുമായ ഒരു മുദ്രാവാക്യമുള്ള പ്രസ്ഥാനങ്ങളായി മാറിയാൽ, ആ പ്രസ്ഥാനങ്ങൾ വന്നാൽ ലോകം വീണ്ടും സാമ്പത്തിക സമത്വത്തിലേക്ക് ലോകത്തെ എത്തിക്കുന്ന സോഷ്യലിസ്റ്റ് ശക്തികളുടെ കൈകളിലെത്തും. ഈ തിരിച്ചറിവാണ് ഇല്ലാത്തവർ ഒന്നിക്കാതിരിക്കാൻ, ഇല്ലാത്തവരെ ഭിന്നിപ്പിക്കാൻ. ഓരോ രാജ്യത്തെയും ജനങ്ങളിൽ പല പ്രത്യേകതകളാൽ ഭൂരിപക്ഷം ആയി മാറുന്ന ആ പ്രത്യേകതയെ വൈകാരികമാക്കി മാറ്റുക, അതിനെ തീവ്ര വലതുപക്ഷ സ്വഭാവത്തിലേക്ക് എത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെ സ്പോൺസർ ചെയ്യുക എന്ന രീതിയിലേക്ക് 2008 ലോക സാമ്രാജ്യത്വം എത്തി. അതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്ക കറുത്ത വർഗക്കാർക്കെതിരെയുള്ള പോരാട്ടവും റൈസിസവും വംശീയതയും ഒക്കെ അമേരിക്കയിൽ ശക്തിപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും എന്നും പുരോഗമന രാഷ്ട്രീയത്തോടൊപ്പം നിന്നിരുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇതുപോലുള്ള വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങളായി മാറി. തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കോയ്മ ഉണ്ടാകാൻ വളരെ ബോധപൂർവം കോർപ്പറേറ്റുകൾ തന്നെ അതിന് പ്രത്യേക അജണ്ടകൾ സൃഷ്ടിച്ചത്. നമ്മുടെ രാജ്യത്തും ഇതേ രാഷ്ട്രീയത്തിന് സ്പോൺസർഷിപ്പ് നൽകാൻ ലോക സാമ്രാജ്യത്വം തയ്യാറായതും മറ്റു കാരണത്താലല്ല. ഇന്ത്യയിൽ അത് മതവർഗീയതയുടെ പേരിലാണ്. ഇന്ത്യയിലെ ജനങ്ങളിൽ സ്വാഭാവികമായും ഭൂരിപക്ഷ മതം എന്ന നിലയിൽ നിലകൊള്ളുന്നവരിൽ വൈകാരികമായി സങ്കുചിത ദേശീയവാദവും അന്യമത വിരോധവും ഒക്കെ കുത്തിവെച്ച് യഥാർത്ഥ അജണ്ടകളിൽ നിന്നും വഴിതെറ്റിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് വലതുപക്ഷം വളരെ ബോധപൂർവം ഇന്ത്യൻ രാഷ്ട്രീയത്തെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമാക്കി മാറ്റി തീർക്കാൻ ശ്രമിച്ചു. ആ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമായി ഇന്ത്യയെ മാറ്റി തീർക്കാൻ, തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റി തീർക്കാൻ ലോക മുതലാളിത്തം നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന അജണ്ടകൾക്ക് വലിയ പ്രചരണം നൽകുന്നവരായി കോർപ്പറേറ്റ് സ്പോൺസേഡ് മാധ്യമങ്ങളും മുന്നോട്ട് വന്നിട്ടുള്ളത്. അതാണ് ലോകത്തെ ഈ ട്രെൻഡ് ഇന്ന് ഇന്ത്യയിലും ആഞ്ഞടിക്കുന്നത്. അതാണ് DYFI വലതുപക്ഷ രാഷ്ട്രീയം തെറ്റാണെന്നും ലോക മുതലാളിത്തം അതിന്റെ പ്രിയപ്പെട്ട നയം നടപ്പിലാക്കുമ്പോൾ നയത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളെ ഭിന്നിപ്പിക്കാൻ ആ നയം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ നയത്തിന്റെ ഉപോൽപ്പന്നമാണ് മതവർഗീയതയെന്നും. മതവർഗീയതക്കെതിരെയുള്ള പോരാട്ടം കേവലം മതവർഗീയതക്കെതിരെയുള്ള പോരാട്ടം മാത്രമല്ല, ഈ നയത്തിനെതിരെയുള്ള പോരാട്ടമായി കോർത്തിണക്കണമെന്നും DYFI പ്രഖ്യാപിക്കുന്നത്. എന്നാൽ മാത്രമേ മതവർഗീയത ഇല്ലാതാക്കാൻ പറ്റൂ, ഈ നയത്തെയും ഇല്ലാതെ. ലോകത്തെയും രാജ്യത്തെയും തൊഴിലായ്മക്കെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യത്തെ തൊഴിലായ്മക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണമെങ്കിൽ ഈ രാഷ്ട്രീയം മുന്നോട്ട് വെക്കണം. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം തൊഴിലില്ലായ്മയുള്ള രാജ്യം ഇന്ത്യ. ഇന്ന് ലോകത്തെ ഏറ്റവും അധികം മോബ് ലിഞ്ചിങ് ഉള്ള രാജ്യവും ഇന്ത്യ. ആൾക്കൂട്ട കൊലപാതകം ലോകത്ത് ഏറ്റവും അധികമുള്ള രാജ്യം ഇന്ത്യ.
ആൾക്കൂട്ട കൊലപാതകങ്ങളിലും ആൾക്കൂട്ട അക്രമങ്ങളിലും പങ്കുകൊള്ളുന്നവർ യുവജനങ്ങളാണ്, ഭൂരിപക്ഷം യുവജനങ്ങളാണ്. എങ്ങനെ ഇത് സംഭവിക്കും? തങ്ങൾക്ക് തൊഴിൽ ലഭിക്കാത്തതിന്റെ കാരണം എന്തെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അവരെ വഴിതിരിച്ചു വിടാൻ തെറ്റായ രാഷ്ട്രീയത്തെ ഇഞ്ചക്ട് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇന്ത്യയിൽ മോബ് ലിഞ്ചിങ്ങിൽ ആളുകളെ, ഒരാളെയോ രണ്ടാളെയോ ഒന്നിലധികം ആളുകൾ കാണുമ്പോൾ വിദ്വേഷത്തിന്റെ ഭാഗമായി, വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി, വിദ്വേഷ പ്രചരണത്തിൽ പിടിയിൽപ്പെട്ട് ആക്രമിക്കുമ്പോൾ അവർ വിളിക്കുന്നൊരു മുദ്രാവാക്യം ദൗർഭാഗ്യവശാൽ ജയ് ശ്രീറാമാണ്. ഇന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം വിളിച്ച ആളുകളെ കൊലപ്പെടും, ആക്രമിക്കും. തബ്രീസ് അൻസാരി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞ് ഭീകരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന രംഗം ഞാനും നിങ്ങളും വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. കൊൽക്കത്തയിലെ ഒരു മദ്രസാധ്യാപകൻ 22 വയസ്സുള്ള മുഹമ്മദ് ഹഫീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ യാത്ര ചെയ്യുമ്പോൾ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി നിർബന്ധിച്ച് വിളിക്കാത്തതിന് മർദ്ദിക്കും. ഹൈന്ദവ മതം മറ്റു മതങ്ങളെ പോലെ സഹിഷ്ണുതയുടെ സന്ദേശം പരത്തുന്ന മതമാണ്, സംശയമില്ല. ഹൈന്ദവ മതവിശ്വാസികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ പ്രവർത്തനം. ഇത് സ്വാഭാവികമായും ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഒരു 1.5 വർഷം മുമ്പാണ് ഡിവൈഎഫ്ഐ രാജ്യത്ത് നടന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ മുഴുവൻ പട്ടികയും ആൾക്കൂട്ട അക്രമങ്ങളുടെ പട്ടികയും ഏറ്റെടുത്ത് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. അന്ന് ഞങ്ങൾ ഇന്ത്യയിലാകെയുള്ള പ്രധാനപ്പെട്ട സാംസ്കാരിക നായകരെ നേരിൽ പോയി കണ്ടു, അവരോട് സംവദിച്ചു, സംസാരിച്ചു. അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകി. അങ്ങനെ ഞങ്ങളൊരു ക്യാമ്പയിൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോയി. ഇപ്പോ മണിരത്നം ഉൾപ്പെടെ അടൂർ ഗോപാലകൃഷ്ണൻ വരെയുള്ളവർ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കൂട്ടമായി പ്രതികരിക്കാൻ തയ്യാറായി വന്നു, കൂട്ടമായി പ്രതികരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. അത് ഈ രാജ്യത്തെ ജനങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടായ ഒരു വികാരമാണ്. അതിന് അടൂർ ഗോപാലകൃഷ്ണൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ ചന്ദ്രന് പോകാൻ വേണ്ടി പറഞ്ഞു, ഇവിടെ ഭൂമിയിൽ നിൽക്കേണ്ട ചന്ദ്രന് പോകാൻ വേണ്ടി പറഞ്ഞു. ഞാനും ഇന്ന് സഖാവ് സതീഷും SK സജീഷും ഒക്കെ കൂടി ഞങ്ങൾ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ കാണാൻ വേണ്ടി പോയപ്പോഴാണ് അദ്ദേഹത്തിന് നിലക്കാത്ത ഫോൺ വിളികളാണ്. മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും അദ്ദേഹത്തെ തെറി വിളിച്ചുകൊണ്ടിരിക്കുക, ഫോണിൽ വിളിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്കൊപ്പം വന്ന ഡിവൈഎഫ്ഐയുടെ ഒരു സഖാവ് ഒരു വാട്സപ്പ് സന്ദേശം കാണിച്ചു തന്നത്. ഇന്നതാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഫോൺ നമ്പർ, ഇതിൽ വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രതിഷേധം അറിയിക്കണം എന്നാണ് ആ വാട്സപ്പ് സന്ദേശം. ഞാൻ നാട്ടിലുള്ളവരൊക്കെ അറിയിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ സ്ഥാനമില്ല, അദ്ദേഹത്തിന് ചന്ദ്രനിൽ പോകാം വേണമെങ്കിൽ എന്നാണ് BJPയുടെ വക്താവ് പറഞ്ഞത്. ഡിവൈഎഫ്ഐക്ക് ഒന്നേ പറയാനുള്ളൂ, അടൂർ ഗോപാലകൃഷ്ണൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകും, ഡിവൈഎഫ്ഐയും കൂടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് അടൂർ ഗോപാലകൃഷ്ണന് മാത്രം സംഭവിച്ച ഒരു വിഷയം. ഒരാഴ്ച മുമ്പാണ് മുംബൈയിൽ ഞങ്ങൾ ഒരു ദേശീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ ഇരയായവരുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ ആ കൺവെൻഷനിൽ പങ്കെടുത്തു. വെള്ളത്തൊപ്പി ധരിച്ചതിന് ട്രെയിനിൽ വെച്ച് ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ബാലൻ ജുനൈദിന്റെ ജ്യേഷ്ഠൻ അതിൽ പങ്കെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ കൊല്ലപ്പെട്ട ഇരകളുടെ കുടുംബാംഗങ്ങൾ ആ കൺവെൻഷനിൽ പങ്കെടുത്തു. ആ കൺവെൻഷനിൽ മുഖ്യ പ്രഭാഷണം നടത്തിയത് ശ്രീ നസറുദ്ദീൻ ഷായാണ്. നസറുദ്ദീൻ ഷായെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. 15 മിനിറ്റ് നേരം അദ്ദേഹം അവിടെ സംസാരിച്ചു, വ്യക്തിപരമായി ഞങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ അറിയുന്നതിന്റെ അപ്പുറത്താണ് അദ്ദേഹം. MT വാസുദേവൻ നായർ, കമൽ, ബിസ്മില്ലാ ഖാൻ മുതൽ ഗുലാം അലി വരെ ആ പട്ടിക നീളുന്നു. ഇനിയും അത് നീളും, അവസാനിക്കാൻ വേണ്ടി പോകുന്നു. ഡിവൈഎഫ്ഐ പ്രസ്ഥാനത്തിന് ഇത്തരം വിഷയങ്ങളിൽ ഒരു നിലപാടുണ്ട്.
ഗുലാം അലിയോട് ഗസൽ കച്ചേരി ഇന്ത്യയിൽ പറ്റില്ല, മുംബൈയുടെ മണ്ണിൽ പാടില്ല, വേണമെങ്കിൽ പാകിസ്ഥാനിലാകാം എന്ന് വെല്ലുവിളിച്ചപ്പോ ഗുലാം അലി ഇന്ത്യയിൽ കച്ചേരി നടത്തണമെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ അവസാന ശ്വാസമുണ്ടെങ്കിൽ ആ കച്ചേരി ഞങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് നടത്തിയ പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ പ്രസ്ഥാനം. ഡിവൈഎഫ്ഐക്ക് എന്നും ഇതിലൊരു നിലപാട്. പക്ഷെ ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ പങ്കുകൊള്ളുന്ന വ്യക്തികളെക്കാൾ ഇതിൽ അപകടകാരികൾ അവരുടെ മസ്തിഷ്കത്തിൽ ഇത് കുത്തിവെക്കുന്ന സംഘപരിവാർ നേതൃത്വമാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അക്രമങ്ങളിൽ പങ്കുകൊള്ളുന്നുണ്ട്. എന്തുകൊണ്ട് തൊഴിലില്ല എന്നവർ ചിന്തിക്കുമ്പോൾ ആ ചിന്തയെ മാറ്റാൻ അന്യമത വിരോധം അവിടെ കുത്തിവെക്കും. മതവിരോധം കുത്തിവെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തലയിൽ വെള്ളത്തൊപ്പി ധരിക്കുന്നവരെയോ അല്ലെങ്കിൽ പേരിൽ മറ്റേതെങ്കിലും മതത്തിന്റെ പേരുമായി ബന്ധമുള്ളയാളോ ആണെങ്കിൽ ആക്രമിക്കാൻ തോന്നുന്നു. അവർ അവിടെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാരണമെന്ത് എന്ന് മനസ്സിലാക്കാൻ സമയം കണ്ടെത്തുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട തൊഴിലായ്മയും വിലക്കയറ്റവും ദാരിദ്ര്യവും പട്ടിണിക്കും കാരണം ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ നയമാണ് എന്ന് തിരിച്ചറിയാതിരിക്കാൻ വളരെ ബോധപൂർവ്വം അവരെ തെറ്റായ പാതയിലേക്ക് തള്ളിവിടുകയാണ്. അപ്പൊ സംഘപരിവാറിന്റെ പിടിയിൽപ്പെട്ട യുവതികളെയും യുവാക്കളെയും ഡിവൈഎഫ്ഐ ഒരു ശത്രുവായി കാണുന്നില്ല. സംഘപരിവാറിന്റെ പിടിയിൽപ്പെട്ട യുവജനങ്ങൾ നാളെ സ്വന്തം ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ തിരിച്ചറിയുകയും ആ കൈപ്പേറിയ അനുഭവങ്ങൾക്ക് കാരണമായ നയത്തിന്റെ വക്താക്കളെ ശത്രുവായി കാണുകയും ചെയ്യുമ്പോൾ ഡിവൈഎഫ്ഐയുടെ പാതയിലേക്ക് എത്തും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ നാൾ പ്രതീക്ഷയോട് കൂടി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോരാട്ടം നടത്തുന്നത്. അതുകൊണ്ട് അവരെ ഞങ്ങൾ ഒരു ശത്രുക്കളായി കാണില്ല. അവരെ ഉൾപ്പെടെ തിരുത്തി കൊണ്ടുവരുവാനുള്ള പ്രവർത്തനവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അശോക് മോച്ചി നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ടുണ്ട്. 2002 ഗുജറാത്ത് വംശീയ ഹത്യയിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പിടിയിൽപ്പെട്ട് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അശോക് മോച്ചി മുംബൈയിലെ ഞങ്ങളുടെ ദേശീയ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് പരിപാടികളിൽ അശോക് മോച്ചി പങ്കെടുത്തിട്ടുണ്ട്. സംഘപരിവാറിന്റെ രാഷ്ട്രീയം പറയാനല്ല അശോക് മോച്ചി അത്തരം പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിൽ ശരിയായ നിലപാട് മുറുകെ പിടിച്ചുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കാനാണ് അശോക് മോച്ചി പങ്കെടുത്തിട്ടുള്ളത്. ഇത് തെറ്റായ പാതയിൽ പോയവരെ തിരുത്തുവാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. തെറ്റായ പാതയിൽ പോയവർ സ്വന്തം ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവം തിരിച്ചറിയുമ്പോൾ അശോക് മോച്ചിയെ പോലെ ശരിയായ പാതയിലേക്ക് എത്തും എന്ന പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം യഥാർത്ഥ വിഷയങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തും. 2014 മുതൽ 19 വരെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിലക്കയറ്റം, തൊഴിലായ്മ, കർഷകാത്മഹത്യ, ദാരിദ്ര്യമായി, പട്ടിണിയായി, നോട്ട് നിരോധനമുണ്ടായി. 2014 നരേന്ദ്രമോദിയും കൂട്ടരും ജനജീവൻ പ്രശ്നങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പിനെ പ്രധാനപ്പെട്ട അജണ്ടയാക്കി മാറ്റിയതെങ്കിൽ 2014 തെരഞ്ഞെടുപ്പിൽ ജനജീവൻ പ്രശ്നങ്ങൾ പ്രധാന അജണ്ടയാക്കി മാറ്റി കോൺഗ്രസ് സർക്കാരിനെതിരെയുള്ള വികാരത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെങ്കിൽ അതേ നരേന്ദ്രമോദിയും സംഘപരിവാറും 2019 ജനജീവൻ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചയാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്ന കോർപ്പറേറ്റ് മാധ്യമങ്ങൾ അവർക്കൊപ്പം നിന്നു. 2019 തെരഞ്ഞെടുപ്പ് യഥാർത്ഥ ജനജീവൻ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. 2019 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ യുവജനങ്ങളോട് ഡിവൈഎഫ്ഐ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മയായി. തൊഴിലായ്മയ്ക്കെതിരെ ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തൊഴിലായ്മ നിരക്കാണ് 45 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ ഉള്ളത് എന്ന് NSSOയുടെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞു. പക്ഷേ സംഘപരിവാർ അത് തള്ളിക്കളഞ്ഞു. NSSO എന്ന് പറയുന്നത് ഒരു സർക്കാർ സ്ഥാപനമാണ്, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. 2019 നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി പരസ്യമായി പറഞ്ഞു NSSO റിപ്പോർട്ട് ശരിയാണ്. 45 വർഷത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തൊഴിലായ്മ നിരക്കാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞത് തള്ളിയവർ ഇന്നത് അംഗീകരിക്കുന്നു. കാരണം 5 കൊല്ലം ഇനിയും ഭരിക്കാനുണ്ട്, അതുകൊണ്ട് അത് അംഗീകരിച്ചു പോയാലും പ്രശ്നമില്ല. NSSO റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയിൽ
റൂറൽ ഏരിയയിൽ ഉള്ളതിനേക്കാൾ നഗരത്തിലാണ് തൊഴിലില്ലായ്മ നിരക്ക് കൂടുതലാണ്. അർബൻ ഏരിയയിൽ തൊഴിലില്ലായ്മ നിരക്ക് കൂടുതൽ വർദ്ധിക്കുന്നു എന്നുള്ളത്. ഇന്ത്യയിലെ യുവതികളുടെ തൊഴിൽ ശക്തിയിലെ പങ്കാളിത്തം ലോകത്തെ ഏറ്റവും കുറവാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇന്ത്യയിലെ തൊഴിൽ ശക്തിയുടെ പങ്കാളിത്തത്തിൽ കേവലം 22% മാത്രമാണ് യുവതികളുടെ പങ്കാളിത്തം. ഇത് ലോകത്തെ ഏറ്റവും കുറവാണ്. ലോക ശരാശരി 48% ഇന്ത്യയിൽ അത് 22%. ചൈനയിൽ തൊഴിൽ ശക്തിയിലെ യുവതികളുടെ പങ്കാളിത്തം 61%. റഷ്യയിൽ അത് 51%. യൂറോപ്യൻ യൂണിയനിൽ അത് 57%. നോർത്ത് അമേരിക്കയിൽ അത് 48%. ലോക ശരാശരി 48%. ഇന്ത്യയിൽ അത് 22%. ഇത് ലോകത്തോട് ഡിവൈഎഫ്ഐ നേരത്തെ വിളിച്ചു പറഞ്ഞപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞവർ അത് അംഗീകരിക്കുന്ന സ്ഥിതി. തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുമ്പോൾ ഇന്ത്യയിൽ ഒരു വർഷം 2.46 കോടി യുവജനങ്ങൾ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുകയും ബിരുദധാരികളിൽ 58.3% തൊഴിൽ രഹിതരാണ് ഇന്ത്യയിൽ. ബിരുദധാരികളിൽ 62.4% അവരുടെ വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ച് തൊഴിൽ ലഭിക്കുന്നു. AICTE ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പറയുന്നു, ഇന്ത്യയിൽ ഒരു വർഷം പുറത്തിറങ്ങുന്ന എഞ്ചിനീയർമാർ 15 ലക്ഷമാണെങ്കിൽ അവരിൽ 9 ലക്ഷത്തിനും വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നു. കരാറുവൽക്കരണം ഇന്ത്യയിലെ തൊഴിൽ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നു. ഇന്ത്യൻ റെയിൽവേസിൽ നിലവിൽ 4 ലക്ഷം പേർ കരാർ തൊഴിലാളികൾ. ഇന്ത്യൻ റെയിൽവേ എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിൽ 3 ലക്ഷം ഒഴിവിലാണ് ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുള്ളവരെ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇങ്ങനെ യുവജനങ്ങൾ കടുത്ത പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ നേരിട്ടുള്ളത്. ഇത് ജനം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സർക്കാരിനെതിരെ യുവജനങ്ങൾ തിരിഞ്ഞു. അത് തിരിയാതിരിക്കാനാണ് ഇവിടെ ബോധപൂർവം ഇത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും അധികം യുവജനങ്ങൾക്ക് തൊഴിൽ നൽകിയ സംസ്ഥാനം ഇന്ന് കേരളമാണ്. PSC വഴി നൽകിയ നിയമനം, അതിന്റെ കണക്ക് ഇവിടെ സഖാക്കൾ വിശദീകരിക്കും. ഞാൻ കേരളവുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളിൽ കൂടുതൽ കിടക്കുന്നു. എന്തുകൊണ്ട് കേരളം ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് ബദലായി മാറും? അത് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരായിരുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യയിലെ ഇന്നത്തെ BJPയും കോൺഗ്രസും പിന്തുടരുന്ന രാഷ്ട്രീയത്തിന് ബദല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇടതുപക്ഷ സർക്കാർ ഒരു ബദലായി, ഒരു പ്രതീക്ഷയായി ഇന്നും നിലനിൽക്കുന്നത്. ജനജീവൻ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മതവർഗീയതയുടെ കാര്യത്തിലും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന സർക്കാരായി സർക്കാർ മാറും. ശ്വേതാ ഭട്ട് എന്ന് പറയുന്ന സ്ത്രീയെ ഇന്ന് ഇന്ത്യയിൽ അറിയാത്തവരില്ല. ഇന്ത്യ കണ്ട മികച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് ശ്വേതാ ഭട്ട്. ഒരുപാട് അവാർഡുകൾ കിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് സഞ്ജീവ് ഭട്ട്. അദ്ദേഹത്തിന് ജയിലിലാണ്. 1990 ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ ജയിലിലിറങ്ങി. ആ കേസിന്റെ സമയത്ത് അദ്ദേഹം അവിടുത്തെ ഒരു പോലീസ് മേധാവിയായിരുന്നു. അന്ന് അവിടെ നടന്നിട്ടുള്ള ഒരു മരണവുമായി ബന്ധപ്പെട്ട്, ലോക്കപ്പ് മരണവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് 2002 ശേഷമായി കേസ് കുത്തിപ്പൊക്കിയത്. 2002 ശേഷം എന്തിനാണ് സഞ്ജീവ് ഭട്ടിന്റെ കേസ് കുത്തിപ്പൊക്കിയതെന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം. 2002 ഗുജറാത്ത് പോലീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ സഞ്ജീവ് ഭട്ട്. ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. ഇന്നത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അന്ന് ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു അമിത്ഷാ. ഗുജറാത്തിൽ വംശീയഹത്യ നടന്ന നാളുകൾ. ആ വംശീയഹത്യയിൽ സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമാക്കിയ വംശീയഹത്യ മാറ്റുന്നതിന് നേതൃത്വം വഹിച്ച 2 വ്യക്തികളാണ് നരേന്ദ്രമോദി, അമിത്ഷാ. ഇത് തെളിവടക്കം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ബന്ധപ്പെട്ടവരോട് പറഞ്ഞു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറഞ്ഞു. രഹസ്യമായി നൽകിയ മൊഴി പരസ്യമായി. അദ്ദേഹം അതിന് കോടതിയിൽ പരാതി.
പക്ഷേ വൈര നിരാധന ബുദ്ധിയോടുകൂടി അദ്ദേഹത്തെ വേട്ടയാടി. അദ്ദേഹം വൈര നിരാധന ബുദ്ധിയോടുകൂടി വേട്ടയാടിയെന്ന് മാത്രമല്ല, അവിടെ ഷൂട്ടഡ് സൈറ്റ്, ആളുകളെ കണ്ടാൽ വെടിവെക്കുക, വെടിവെച്ച് കൊലപ്പെടുത്തുക എന്ന ആശയത്തിന്റെ ഭാഗമായി ഇതുപോലെ ന്യൂനപക്ഷങ്ങളെയും പുരോഗമനവാദികളെയും വെടിവെച്ച് കൊലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെറുതെ വിട്ട വിഷയത്തിന് തത്തുല്യമായ വിഷയത്തിൽ ഇദ്ദേഹത്തെ ശിക്ഷിച്ചു. അതിനാണ് അദ്ദേഹം അപ്പീൽ പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യ അപ്പീൽ പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്വേത ഭട്ടും മകൻ ശാന്താനു ഭട്ടും ഇത് ഒരു വിഷയം എന്ന നിലയിൽ ഏറ്റെടുക്കുകയും അതൊരു പൊരുതാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അവർ പൊരുതാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് അത് അവരുടെ വ്യക്തിപരമായ ഒരു പ്രശ്നമല്ല, ഇതൊരു സാമൂഹിക പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നമാണെന്ന് ഡിവൈഎഫ്ഐ പോലുള്ള പ്രസ്ഥാനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെട്ടു. ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിനിധി സംഘം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ശ്വേത ഭട്ടിന്റെ വീട്ടിൽ പോയി. ശ്വേത ഭട്ടിന്റെ വീട്ടിൽ പോയി അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവർ പറഞ്ഞു, കേരളത്തിൽ സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാട് ഞങ്ങൾ വായിച്ചറിയും. ഗുജറാത്ത് സംസ്ഥാന ഗവൺമെന്റ് എന്തായാലും ഞങ്ങളെ സഹായിക്കാൻ വരില്ല, ഇന്ത്യയിലെ പല ഗവൺമെന്റുകളും വരില്ല, കേന്ദ്ര ഗവൺമെന്റും വരില്ല. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിനെ ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാണും. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം ഞങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങളുടെ പ്രയാസങ്ങൾ പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒന്ന് കാണാനുള്ള സൗകര്യം ഞങ്ങൾക്ക് ഒരുക്കി തരണം എന്നവർ പറഞ്ഞു. ഞാൻ ഓർത്തത് ഒരു 1.5 വർഷം മുമ്പ് ഇതുപോലെ മോബ് ലിഞ്ചിങ്, ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ ഭാഗമായി കൊല്ലപ്പെട്ട ജുനൈദിന്റെ ഹരിയാനയിൽ വീട്ടിൽ പോയപ്പോൾ ജുനൈദിന്റെ മാതാപിതാക്കളും സഹോദരന്മാരും ഇതുപോലെ പറഞ്ഞ കാര്യമായിരുന്നു. അതുപോലെ അവർ അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണുകയും പിന്നീട് അവർ ഉൾപ്പെടെ അത് പരസ്യമായി പലയിടങ്ങളിലും പറയുകയും ചെയ്തു. അന്ന് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ജുനൈദിന്റെ ഉമ്മ സാഹിറയോട് മാധ്യമങ്ങൾ ചോദിച്ചത് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് എന്താണ് അഭിപ്രായം. അന്ന് ജുനൈദിന്റെ ഉമ്മ സാഹിറ പറഞ്ഞത്, ഇതുപോലൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ്, ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഹരിയാനയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ മകൻ ജുനൈദ് ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതിന് സമാനമായ അനുഭവമുണ്ടായി. പിന്നീട് അവർ ശ്വേത ഭട്ടിലൂടെ ഇതിന് സമാനമായ അനുഭവം ഉണ്ടായപ്പോൾ പിന്നീട് ഒരു കൂടിക്കാഴ്ചയുണ്ടായി. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി റഹീമും പ്രസിഡന്റ് സതീഷും SK സതീഷും പ്രമോഷും എല്ലാവരും ആ കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നു. ഡിവൈഎഫ്ഐ ആയിരുന്നു അവരെ അവിടെ കൊണ്ടുപോയി. അവർ അവിടെ ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ക്ഷമയോടുകൂടി കേട്ട് ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനത്തിൽ സാധ്യമാകുന്ന മുഖ്യമന്ത്രിമാരെ നേരിലും രാഷ്ട്രീയ നേതാക്കന്മാരെ നേരിലും വിളിച്ച് ഈ പോരാട്ടത്തിന് പിന്തുണ നൽകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയുകയാണ്. പിന്നീട് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി അവർ കണ്ടു. അദ്ദേഹവും ഇതുപോലെ പറഞ്ഞു, ഇത് ഇടതുപക്ഷ രാഷ്ട്രീയം ഇങ്ങനെ ഇരകളാകുന്ന അവരുടെ കുടുംബങ്ങൾക്ക് ഒരു പ്രതീക്ഷയായി ഇന്നും ഇന്ത്യയിൽ നിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം ഡിവൈഎഫ്ഐ ഒരു പ്രതീക്ഷയാണ്. എത്ര സീറ്റ് എന്നുള്ളതല്ല പ്രശ്നം, എത്ര സീറ്റ് കിട്ടുന്നു എന്നുള്ളതല്ല പ്രശ്നം. സീറ്റ് എത്ര കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എടുക്കുന്ന നിലപാടെടുക്കാം. അത് തിരിച്ചറിയാതെ പോകുന്നതാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവരുടെ പ്രശ്നം. സംഭവം കോൺഗ്രസിന് സീറ്റ് കുറഞ്ഞു, പക്ഷെ അതിൽ നിരാശയാകാതെ ഉള്ളവരെ വെച്ച് പൊരുതാനുള്ളൊരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ദൗർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി അതിൽ നിന്നും പുറകോട്ട് പോയി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിച്ചാൽ അത് കർണാടകയിൽ കൂടി ഗുണമുണ്ടാകുമെന്നാണ് ശ്രീ AK ആന്റണി എന്ന് പറഞ്ഞതെങ്കിൽ അതിന്റെ ഗുണം ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കർണാടകയിൽ. രാഹുൽ ഗാന്ധി പുറകോട്ട് പോയി, ഒരു നേതൃത്വം പുറകോട്ട് പോയി, കോൺഗ്രസ് MLA-മാർ BJP ആയി മാറി. കർണാടകയിലെ ഗവൺമെന്റ് വീണ് ഇനി പല ഗവൺമെന്റുകളും വീണുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുമ്പോഴാണ് ഈ പോരാട്ടത്തിൽ അടിപതറാതെ മുന്നോട്ട് കുതിക്കാൻ ജീവൻ പോയാലും തയ്യാറാണെന്നുള്ള പ്രഖ്യാപനം ഡിവൈഎഫ്ഐ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തും ഈ സംസ്ഥാനത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾക്ക് രാഷ്ട്രീയമുള്ളത് കൊണ്ടാണ്, ഞങ്ങൾ ശരിയായ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ്. ശരിയായ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ എന്നുള്ളത് കൊണ്ടാണ്. ആ നിലയിലാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വന്നത്. ഞങ്ങൾക്ക് ആവേശം നൽകിയ മറ്റൊരു അനുഭവം ശ്വേത ഭട്ട് ഞങ്ങളോട് പറഞ്ഞത്, ഈ പോരാട്ടത്തിന്റെ ഭാഗമായുള്ള ക്യാമ്പയിൻ
പ്രഖ്യാപനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊപ്പമാണ്, ഡിവൈഎഫ്ഐക്കൊപ്പമാണ്. ഡിവൈഎഫ്ഐക്കൊപ്പം ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം മുംബൈയിലെ ഡിവൈഎഫ്ഐയുടെ ദേശീയ കൺവെൻഷനിൽ പങ്കെടുത്ത അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ പ്രഖ്യാപനം ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കേന്ദ്രത്തിൽ വന്നുകൊണ്ടാണ് എന്ന് ശ്വേതാ ഭട്ട് പറയുകയാണ്. ഇന്ത്യയിൽ സംഘപരിവാർ വേട്ടയാടുന്ന ഒരു കുടുംബത്തിലെ ഒരു ഇര ആ പ്രഖ്യാപനം നടത്തിയത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കേന്ദ്രത്തിൽ വന്നിട്ടാണ് എന്നുള്ളത് ഞങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങൾക്കുള്ള പിന്തുണയായി, അംഗീകാരമായി ഈ പ്രസ്ഥാനം കാണുകയാണ്. ആ നിലയിൽ ഈ കാലഘട്ടത്തിലെ യഥാർത്ഥ വിഷയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കേരളം ഒരു പ്രതീക്ഷയാണ്. കേരളത്തിലെ സർക്കാരും കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ഈ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഒരു പ്രതീക്ഷയായി മാറും. ആ കേരളത്തിലെ ഡിവൈഎഫ്ഐ നടത്തുന്ന ഒരു ജാഥയ്ക്ക് തീർച്ചയായും ഒരുപാട് വിശാലമായ അർത്ഥമുണ്ട്. ആ നിലയിൽ തീർത്തും പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിന് തയ്യാറായ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയെ ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ജാഥ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയാണ്. അഭിവാദ്യം. ഈ യോഗത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ സഖാവ് VP സാനുവിനെ ക്ഷണിച്ചു. പ്രിയമുള്ള അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന DYFI അഖിലേന്ത്യാ പ്രസിഡന്റ്, ഈ ജാഥയുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള DYFI സംസ്ഥാന പ്രസിഡന്റ് സഖാവ് സതീഷ്, മറ്റു ജാഥയിലെ സ്ഥിരാംഗങ്ങളെ, മറ്റ് സഖാക്കളെ, സുഹൃത്തുക്കൾ, ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായി തന്നെ വളരെ വിശദമായി കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ജാഥ ക്യാപ്റ്റനും സംസാരിക്കാനും വർഗീയത വേണ്ട, തൊഴിൽ മതി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓഗസ്റ്റ് 15 യൂത്ത് സ്ട്രീറ്റ് എന്ന പരിപാടി കേരളത്തിലെ 14 ജില്ലകളിലും സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായുള്ള പ്രചരണ ജാഥകൾ, ഇന്ന് 2 ജാഥകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ഏറ്റവും കൂടുതൽ യൂത്ത് പോപ്പുലേഷൻ ഉള്ള രാജ്യം ഏത് എന്ന ചോദ്യത്തിന് ഇന്ത്യ എന്നാണ് ഉത്തരം. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള രാജ്യം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവും ഇന്ത്യ എന്നാണ്. ഏറ്റവും കൂടുതൽ അണ്ടർ എംപ്ലോയ്മെന്റ്, യോഗ്യതക്കനുസരിച്ച തൊഴിലില്ലാത്ത രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ പേരും ഇന്ത്യ എന്നാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ, ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഇന്ത്യയാണ്. ഇന്ത്യയിൽ 25.2% ആളുകൾക്ക് മാത്രമാണ് ഹയർ സെക്കൻഡറിക്ക് അപ്പുറത്തേക്ക് പഠിക്കാനുള്ള അവസരം പോലുമുള്ളത്. അതായത് 74.8% ആളുകൾക്ക്, ഇന്ത്യയിലെ 4ൽ 3 വരുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു കാര്യമായിട്ട് നിൽക്കുക. ആ സമയത്താണ് DYFI ഇത്തരത്തിലുള്ള ഒരു മാർച്ചുമായിട്ട് വരുന്നത് എന്നത് തന്നെയാണ് ഈ മാർച്ചിന്റെ, ഈ ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കുക. സാധാരണഗതിയിൽ പാർലമെന്റ്, അതുപോലെ തന്നെ നിയമസഭ എന്നൊക്കെ പറഞ്ഞാൽ അത്ര പ്രാധാന്യം കൊടുക്കാത്ത ആളാണ് നരേന്ദ്രമോദിയും BJPയും. ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു വർഷം ശരാശരി അദ്ദേഹം 33 ദിവസമാണ് അവിടുത്തെ നിയമസഭ സമ്മേളിച്ചിരുന്നത്. അത് പറയുമ്പോഴാണ് 2017 വർഷം കേരളത്തിൽ ഏകദേശം 153 ദിവസങ്ങൾ കേരളത്തിലെ നിയമസഭ സമ്മേളിച്ചു എന്നുള്ളതാണ് കണക്ക്. അത് പറയുമ്പോഴാണ് ഗുജറാത്തിൽ വെറും 33 ദിവസം മാത്രമായിരുന്നു ശരാശരി. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ പരിശോധിച്ചാൽ പാർലമെന്റിൽ കൃത്യമായി സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത പ്രധാനമന്ത്രിയും കൃത്യമായി പാർലമെന്റ് കൂടാൻ പോലും തയ്യാറാവാത്ത ഒരു ഗവൺമെന്റുമാണ് രാജ്യത്തുണ്ടായിരുന്നത് എങ്കിൽ ഇന്നിതാ ഈ ജൂലൈ മാസത്തിൽ അവസാനിക്കേണ്ട ലോകസഭയുടെ സെഷൻ, ലോകസഭയുടെയും രാജ്യസഭയുടെയും നമ്മുടെ പാർലമെന്റിന്റെ 2 സഭകളുടെയും ഈ മാസം അവസാനിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന സെഷൻ ഓഗസ്റ്റ് മാസം 7-ാം തീയതി വരെ നീട്ടിയിരിക്കുക. ഈ ഓഗസ്റ്റ് മാസം 7-ാം തീയതി വരെ നീട്ടി എന്ന് പറയുമ്പോഴാണ് നമ്മളിങ്ങനെ പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ 17 ബില്ലുകളാണ് നമ്മുടെ രാജ്യത്ത് ലോകസഭയിൽ പാസ്സാക്കിയെടുത്തത്.
ആ 17 ബില്ലുകൾ പാസ്സാക്കി എടുക്കാൻ വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് 70 മണിക്കൂറാണ്. 70 മണിക്കൂർ 17 ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബില്ലിന് ചർച്ച ചെയ്യാനെടുത്ത സമയം 4 മണിക്കൂർ. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ചർച്ച നടക്കാത്ത അല്ലെങ്കിൽ വേണ്ടത്ര രൂപത്തിൽ ഇടപെടലുകൾ നടക്കാത്ത ബില്ലുകൾ അത് പാസ്സാക്കുന്നതിന് മുമ്പ് സെലക്ട് കമ്മിറ്റിക്ക് വിടുക എന്നുള്ളൊരു പരിപാടിയില്ല. അവർക്കുള്ള ഭൂരിപക്ഷത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ ബില്ലുകളെ മുഴുവൻ പാസ്സാക്കിയെടുക്കുകയാണ്. ഏതൊക്കെയാണ് ബില്ലുകൾ? NIA അമെൻമെന്റ് ബില്ലാണ്. സംസ്ഥാന പോലീസുകളുടെ അധികാരം, സംസ്ഥാനത്തിന് പോലീസുകളുടെ മേലുള്ള അധികാരം ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാം കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്ന നിയമം. UAPAയുടെ പുതിയ അമെൻമെന്റ്, ഏത് മനുഷ്യനെയും ആർക്കും വേട്ടയാടാൻ, ഗവൺമെന്റിന് വേട്ടയാടാൻ കഴിയുന്ന രൂപത്തിലേക്ക് UAPA അമെൻമെന്റ് വരുന്നു. മുത്തലാഖ് ബില്ല് വീണ്ടും എടുക്കുന്നു. RTI റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം. ഇടതുപക്ഷം വെച്ച കോമൺ മിനിമം പ്രോഗ്രാമിന്റെ ഭാഗമായി 1ാം UPA പാസ്സാക്കിയിട്ടുള്ള നിയമം അത് വെള്ളം ചേർത്തു. വിവരാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും പാവയായി ഇനി മുതൽ മാറും. ഇനി വരാനിരിക്കുന്ന ബില്ല് എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യയിലെ 4ൽ 3 വരുന്ന ആളുകൾക്ക് അപ്രാപ്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ വീണ്ടും പ്രാപ്യമല്ലാതെ ആക്കുന്നതിന് വേണ്ടി സ്കൂൾ തലത്തിൽ പോലും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലെ രാജ്യത്തിന്റെ റൂറൽ മേഖലയിൽ നിന്ന് വരുന്ന, ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അകറ്റി നിർത്തുന്ന രൂപത്തിലുള്ള ഒരു ബില്ലാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒട്ടനവധിയായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലെ ജനങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാർച്ച് നടത്തുന്നത്. ഈ സമയത്ത് ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടവർ, ഇതെല്ലാം ജനങ്ങൾക്ക് മുമ്പിലെത്തിക്കേണ്ട നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. രാജ്യത്ത് വലിയ രൂപത്തിൽ തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ വിദ്യാഭ്യാസം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് ജനങ്ങൾ പോകുന്നു. തൊഴിൽ കിട്ടിയ ആളുകൾക്ക് ആ തൊഴിലിന് സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. കർഷകർക്കും തൊഴിലാളികൾക്കും അവർക്ക് ന്യായമായിട്ടുള്ള വില കിട്ടാതെ അവർ ആത്മഹത്യയിലേക്ക് അഭയം തേടേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ രാജ്യത്തെ ജനങ്ങൾ നേരിടുമ്പോൾ അത് രാജ്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആളുകൾ അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ? മാധ്യമ പ്രവർത്തകർ നമ്മുടെ കേരളത്തിൽ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന വിശദമായിട്ട് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമുക്കറിയാം, യൂണിവേഴ്സിറ്റി കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസങ്ങളിൽ SFI ആക്രമിക്കുകയാണ്. ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കത്തിയും വേണ്ട, കുത്തും വേണ്ട, പിന്നെ അതിന്റെ വിഷയം മാറുകയാണ്. പിന്നെ വിഷയം മാറി, പിന്നെ കുത്തിയതോ അവിടെ സംഘർഷം അതൊന്നും വിഷയമല്ല, പിന്നെ മാറുന്നു, പിന്നെ അത് വരുന്നു. ഇതാ ആൻസർ ഷീറ്റ് കണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് വാർത്ത പിന്നാലെ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വിശദമായിട്ട് വന്നത്. മാതൃഭൂമിക്ക് തന്നെ ആദ്യമായിട്ടാണ് മാതൃഭൂമി പത്രം കൊടുത്ത റിപ്പോർട്ട് ചാനലിന് മാപ്പ് പറയേണ്ടി വന്നു. എന്നിട്ടും പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റിയതാണ്, അത് കൊടുത്തത് മാറിപ്പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് അടുത്ത ദിവസമായപ്പോഴേക്ക് PSCയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് വരിക. ആ വിഷയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ആ വിഷയവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തിരുത്താനും, അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റം വരുത്താനും ഈ നാട്ടിലെ ജനങ്ങളുമായി സംവദിക്കാനും തയ്യാറാണ് എന്ന് ഈ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്, SFI പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തിലെ SFIയെയും DYFIയെയും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ഇടതുപക്ഷ ഗവൺമെന്റിനെയും ആക്രമിക്കാനുള്ള വലിയ ശ്രമം നടക്കുകയാണ്. ആ യൂണിവേഴ്സിറ്റി കോളേജിനെ അടച്ചു പൂട്ടാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റാൻ. അതുപോലെ തന്നെ കേരള PSC നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന നാടാണ് കേരളം, സംസ്ഥാനമാണ് കേരളം. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ സംഘടിത മേഖലയിൽ 100 പേർ തൊഴിലെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 23 പേർ കേരള PSC വഴി നിയമിതരായിട്ടുള്ള ആളുകളാണ്. ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് എന്ന് പറയുന്ന വികസനത്തിന്റെ വലിയ നാട്, അവിടുത്തെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 1.2%. 100 ആളുകൾ അവിടെ സംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ടെങ്കിൽ 1.2% ആളുകൾ മാത്രമാണ് അവിടുത്തെ PSC വഴി നിയമിതമാവുന്നത്. PSCകളെ സ്വകാര്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ് ഉൾപ്പെടെ, വ്യാപം ഉൾപ്പെടെയുള്ള വലിയ അഴിമതികൾ കണ്ടതാണ്. അത്തരത്തിലുള്ള അഴിമതികളുടെ കേന്ദ്രങ്ങളാക്കി ഇപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളിലും പരീക്ഷാ നടത്തിപ്പ് ഉൾപ്പെടെ നടത്തുന്നത് ഇത്തരത്തിലുള്ള സ്വകാര്യ ഏജൻസികളാണ്. അത്തരത്തിൽ സുതാര്യമല്ലാത്ത
എല്ലാവിധ അഴിമതിക്കും കളമൊരുങ്ങുന്ന ഇത്തരത്തിലുള്ള സ്വകാര്യ ഏജൻസികളെ ഈ PSC-യെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അത് കൊണ്ടുപിടിച്ച് ഇവിടെ നടത്തുന്നുണ്ട്. കാര്യത്തിലായാലും ശരി, ഗവൺമെന്റിന്റെ സുതാര്യമായ പ്രവർത്തനങ്ങളെ, ആ പ്രവർത്തനങ്ങളെല്ലാം കരിവാരിത്തേക്കാനും അത് മോശമാണ് എന്ന് ചിത്രീകരിക്കാനും ഈ നാട്ടിലെ മാധ്യമങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും അതിനെല്ലാം അതിജീവിക്കും. ജില്ലാ സെക്രട്ടറി സഖാവ് KP പ്രമോദിനെ ക്ഷണിച്ചു. ഈ ജാഥയുടെ ക്യാപ്റ്റനെ DYFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ സ്വീകരണം നൽകാൻ KP പ്രമോദിനെ